കേരളത്തിൽ എന്നും ഇങ്ങനെയാണ്. നമ്മൾ പലതും നടന്നു കഴിഞ്ഞാണ് അറിയുന്നത്. അച്യുതാനന്ദൻ്റെ കാലത്ത് ADB കരാറിലേക്ക് ADB വായ്പ വാങ്ങണോ വേണ്ടേ എന്നൊക്കെ ഇവിടെ ചർച്ച നടക്കുന്നു. വലിയ ചർച്ചയാണ്. സെമിനാർ വെളിയിലൊക്കെ വലിയ ബഹളം നടക്കുമ്പോൾ ADB കരാർ അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി അറിയാതെ പാലോട് മുഹമ്മദ് മുട്ടിക്ക് വേണ്ടി പാലോട് മുഹമ്മദ് മുട്ടി തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ADBയിൽ നിന്ന് കരാർ വാങ്ങാൻ സെക്രട്ടറി പോയി ഒപ്പിട്ടു. ഇവിടെ അതിനേക്കാൾ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒപ്പിട്ടത്, വാസുകി IAS ഒപ്പിട്ടതെന്ന് പറഞ്ഞാണ് ഇവിടെ എല്ലാവരും കിടന്ന് ബഹളം കാണിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസമല്ല ശരിക്കും ഒപ്പിട്ടതിൽ പ്രോസസ്സ് ആരംഭിച്ചത്. 2024 മാർച്ച് മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അപ്പോൾ 7, 12, 19 മാസങ്ങൾക്ക് മുമ്പ് 2024 മാർച്ച് മാസത്തിലാണ് ആദ്യമായി കേരളത്തിൽ നിന്ന് NEP ഒപ്പിട്ടുകൊള്ളാം, ആ കരാർ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഒപ്പിട്ടില്ല, താല്പര്യമുണ്ട്, NEP നടപ്പിലാക്കിക്കൊള്ളാമെന്നുള്ള കത്ത് കേന്ദ്രത്തിന് പോകുന്നത്. അപ്പോൾ 17 മാസങ്ങൾക്ക് മുമ്പ് പോയ ഒരു കത്ത്, 10-17 മാസങ്ങൾക്ക് മുമ്പ് പോയ കത്ത് ആണ് ഇപ്പോൾ വിവാദമായി ഈ ഒപ്പിടലിലേക്കൊക്കെ പോയിരിക്കുന്നത്. ഇതിനകത്ത് വളരെ ഗുരുതരമായ ചില നിയമപ്രശ്നങ്ങളുണ്ട്, നയപരമായ പ്രശ്നങ്ങളുണ്ട്, ഭരണഘടനാ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം മന്ത്രിസഭ ഡെഫർ ചെയ്ത് 2 പ്രാവശ്യം ഡെഫർ ചെയ്ത കാര്യം വീണ്ടും മന്ത്രിസഭയിൽ കൊണ്ടുവരാതെ ഒപ്പിട്ടപ്പോൾ അതിനകത്ത് ഭരണഘടനാപരമായ ഒരു പ്രശ്നമുണ്ട്. മന്ത്രിസഭയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഒരു സെക്രട്ടറി റാങ്കിലുള്ള മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥ, താഴ്ന്ന ലെവൽ എന്ന് പറയാൻ കഴിയില്ല, ലോവർ ലെവൽ എന്നൊരു മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥ, ഒരു IAS ഒപ്പിട്ടിരിക്കുകയാണ്. അത് അവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കുറിപ്പ് കിട്ടിയെങ്കിൽ അത് ഫയലിലുണ്ടോ? ശിവൻകുട്ടി മന്ത്രിയുടെ കയ്യിൽ നിന്ന് കുറിപ്പ് കിട്ടിയോ എങ്കിലത് ഫയലിലുണ്ടോ? മാത്രമല്ല ഫയലിൽ ഒരു നെഗറ്റീവ് കിടപ്പുണ്ട്. ഫയലിൽ കിടക്കുന്ന നെഗറ്റീവ് ഭരണവകുപ്പിനെ അറിയിക്കാനായി നിയമവകുപ്പിൻ്റെ, ഭരണവകുപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാൻ നിയമവകുപ്പിൻ്റെ ഒരു കൊറിയുണ്ട്. വളരെ കൃത്യമായൊരു കൊറിയാണ്. അത് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ആ കൊറിയിൽ പറയുന്നത്, അതായത് നയപരമായ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഒരു കാരണവശാലും ഇത് തീരുമാനം പെട്ടെന്ന് എടുക്കരുത്, നയപരമായ തീരുമാനം എടുത്തു എന്ന് ഫയലിൽ രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ആ ഫയലിൽ ഒപ്പുപോകാവൂ എന്നുള്ളൊരു തീരുമാനമുണ്ട്. അപ്പോൾ നയപരമായ തീരുമാനം ആരെടുത്തു, എവിടെ എടുത്തു? കേരള സർക്കാരിൻ്റെ നയപരമായ ഒരു തീരുമാനമെടുക്കാൻ വാസുകി IASന് അധികാരമുണ്ടോ? അങ്ങനെ അവരെ ഡെസിഗ്നേറ്റ് ചെയ്തുകൊണ്ട് അധികാരപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും കത്ത് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ ആ കത്ത് അടിയന്തരമായി പുറത്തുവിടണം. അങ്ങനെ ആരും വാസുകി IASനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ എങ്ങനെയാണ് ഈ കത്തിൽ ഒപ്പുവെച്ചത്? ആരാണ് അവരെ പ്രേരിപ്പിച്ചത്? എന്തായിരുന്നു അവർക്കുള്ള ഫോഴ്സ് എന്നുള്ളത്, ഇൻഫ്ലുവൻസ് എന്നുള്ള നിലയിൽ വളരെ ഗൗരവമായൊരു ചോദ്യമുണ്ട്. ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ലംഘനമുണ്ട്, റൂൾസ് ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ലംഘനമുണ്ട്. അത് നമ്മൾ പല വീഡിയോ ചെയ്തതാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ നിയമങ്ങളുടെ ഒരു ലംഘനമുണ്ട്. മന്ത്രിസഭയിലേക്ക് പോയി 2 പ്രാവശ്യം ഡെഫർ ചെയ്ത കാര്യം റിസോഴ്സ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്തതിന് അപ്പുറം എങ്ങനെയാണ് അതൊരു സെക്രട്ടറി കയറി ഒപ്പിടുന്നത് എന്നുള്ളത് ചോദ്യമുണ്ട്. 2024 മാർച്ച് മാസത്തിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തിരിക്കുന്നു. അങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് കൊടുത്തിരിക്കുന്നു. എന്നിട്ടാണ് 10-20 മാസം മുമ്പ് കത്ത് കൊടുത്തതിനെക്കുറിച്ചാണ് ഈ ഫാഗ് എൻഡിൽ ഇപ്പോൾ ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം കിടന്ന് ഈ ബഹളമെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ CPI ഒന്നും അറിഞ്ഞില്ല, മന്ത്രിമാരും ഒന്നും അറിഞ്ഞില്ല, CPM ഒന്നും അറിഞ്ഞില്ല, പാർട്ടിയും അറിഞ്ഞില്ല. ഇനി ഒരു ചോദ്യമുണ്ട്, ശിവൻകുട്ടി അറിഞ്ഞോ ഇങ്ങനൊരു കത്ത് വകുപ്പിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ? ശിവൻകുട്ടി അറിഞ്ഞിട്ടില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഭരണം ജഗ പൊഹ.